ചായ കാപ്പി ഏമാനിരിക്കാം. ഇപ്പഴാ ശരിക്കും ആളെ മനസ്സിലായത്. മാഞ്ഞാണം പറയാതെ വക്കീലിനെ വിളിക്കടോ. ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഇപ്പൊ റെഡിയാവാം. വലിച്ചു പുറത്തിടോ അകത്തുള്ള ആശ്രീകരത്തിനെ. ഒരു മുഖദർശനം, അവസാനത്തെ ഒരു മുഖദർശനം, പിന്നെ നിയമോപദേശം നിങ്ങൾക്ക് തുടരാം. എവിടെ അവൾ? നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി തല മൊട്ടയടിച്ച് തപ്പ് കൊട്ടി നാട് കടത്തണോ അതോ ഇപ്പൊ ഇറങ്ങണോ? ചോദിക്കേ. ഇപ്പഴും ഞാൻ വിചാരിച്ചാ സാധിക്കും. നാണക്കേടാണെങ്കിലും ഒരു സാക്ഷി വേണമല്ലോ. അതിന് കുഞ്ഞ മതി. അതല്ലേ വക്കീലെ നിയമം. കുഞ്ഞാ ഇതിന്റെ സ്ഥലത്ത് കൊണ്ടാക്ക്. തറവാടിനകത്ത് കയറ്റരുത്. ആ കളപ്പുരയുടെ സ്ഥലം ഇപ്പോഴും എന്റെ പേർക്കാ. അതും പറഞ്ഞ് മനസ്സിലാക്കിക്കോ. പിന്നെ ഗുണമുണ്ടാകുന്ന ഉപദേശങ്ങളൊക്കെ തന്നത് ഞാൻ നടപ്പാക്കുന്നുണ്ട്. ഒന്നിനും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ റിസീവറെ മാറ്റാം. അതിനൊരു വകുപ്പുണ്ട്. കല്യാണം അപ്പോട്ടിന് എന്നെ ഇഷ്ടമല്ലേ? അനിയത്തിക്കുട്ടിയെ പോലെ കൂടെ നടന്ന് കളിച്ചതാണ്. അതിനെ കഷ്ടപ്പെടുത്തണോന്ന് ചോദിക്കായിരുന്നില്ലേ? ഞാൻ പറയണത് വല്ലതും ഈ മരത്തലയിൽ കേറണുണ്ടോ? ഉണ്ടോ? നിധി കിട്ടിയ നിധി ഉള്ളതൊക്കെ തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ ആട്ടി പുറത്താക്കും. നിധി ഇത്രയും ദിവസം ഇല്ലാത്ത സ്നേഹം ഇപ്പോഴെന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ആരോടാ ഞാനിതൊക്കെ പറയണത്? ഏട്ടന്റെ അമ്മയുടെയും വക ഏറിയ സങ്കടം പറച്ചില്. സങ്കടം ഉണ്ടാവും. റേഷാ പീസ് തിരക്കൊഴിഞ്ഞ സമയം 1-നും 2-നും ഇടയിൽ ചെന്നാ മതി. പിന്നെ ഇത് വേണോന്നാ പുറത്തുള്ള സംസാരം. ആർക്കാ ഇത്ര സങ്കടം? എന്റെ ഒരു മരുമോൻ കുട്ടിക്ക് 4 കാശ് വരുമ്പോ അവൻ പിന്നെ പടയ്ക്കാ പോണ്ടേ? അവൻ എന്റെ കൂട്ടത്തിൽ തന്നെ. ഒരാള് കുറവല്ല ഇപ്പോ. അതിന്റെ ഏർപ്പാട് എന്താ വെച്ചാൽ തുടങ്ങിക്കോ. കോശം വേണ്ട. ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നുമില്ല. നീ ഇങ്ങനെ ഇരുന്ന് മോങ്ങേണ്ട ഒരു കാര്യമില്ല. ആഘോഷമില്ല, ഒച്ചപ്പാടില്ല. ഇങ്ങനെ ഒരു സംഗതി കഴിഞ്ഞു എന്നൊരു വിചാരവും നിനക്ക് വേണ്ട.
രജിസ്റ്റർ ആയി കിട്ടാൻ പേരിന് നമ്മുടെ അമ്പലത്തിന്റെ മുമ്പ് വെച്ച് ആ ചെക്കനെ കൊണ്ടൊരു താലി കെട്ടിക്കും, അത്ര തന്നെ. ഒന്നും കാണാതെ അച്ഛനൊരു വിഡ്ഢിവേഷം കെട്ടൂന്ന് വിചാരിച്ചോ? അതുകൊണ്ടൊക്കെ ചില ഗുണങ്ങളുണ്ട് നമുക്ക്. ചില റെക്കാർഡുകൾ ശരിയാവേണ്ട താമസം, പിന്നെ ബന്ധം ഇല്ലാതാക്കാനും എനിക്കറിയാം. കരച്ചിലും പിടിച്ചിലും കൊണ്ട് വെറുതെ ആ എവിടെ എമ്പ്രാന്തിരി? ശ്രീകോവിലിനകത്തൊന്ന് ദീപം തെളിയിക്കണ്ടേ? പറയും പോലെ എവിടെ എമ്പ്രാന്തി? നേരത്തെ അറിയിച്ചില്ലയാവോ? ആവോ. ഏമാ മരിയായി. എന്താടോ നോക്കി നിക്കണേ? കുറച്ച് കൊട്ടിക്കോളി. എന്തിനാ കുറയ്ക്കണേ? അല്ല അപ്പു എവിടെ? എവിടെ നാശം പിടിക്കാൻ ഈ ചെക്കൻ? തേവരെ നിങ്ങൾ നാട് കടത്തിയോ കുഞ്ഞുനായരെ? വിളിക്കും വിചാരിച്ച് ഞാൻ ഒരുങ്ങിയിരുന്നില്ലേ എടുത്തി? ഉറങ്ങാതെ കാത്തിരുന്നില്ലേ? എന്തേ വിളിക്കാത്തത് എടുത്തി? കഴിയണ്ടേ? വഴി കാണണ്ടേ? നിനക്ക് വിധിച്ചത് തങ്കമണി, തങ്കമണി, തൂക്കാൻ കൊണ്ടുപോകുന്നല്ലോ, കാര്യത്തിലും പിടിച്ചില്ല യാത്ര പറയാൻ. സൗകര്യമുള്ളവർ വന്നാ മതി. വാ, 1 മണിക്ക് രേഷാപ്പീസ് എത്തണം. ദേവു, പഠിക്കലൊരു ടാക്സി ഉണ്ട്, നീയും തങ്കമണി കൂടെ കയറ്. നീ പിന്നെയും തങ്കമണി, ഉണ്ണിയേട്ടൻ സമൂഹത്തിനാണ് ഇപ്പൊ വിളിക്കണത്. ഒരുത്തരും നിന്നെ തടയില്ല. രാജൻ മാഷ് പറഞ്ഞ പോലെ ഭ്രാന്തനപ്പൂനേക്കാൾ ഭേദ ഈ കേശു. തങ്കമണി, നിന്റെ ഏട്ടത്തിയെ പോലെ കഷ്ടപ്പെടേണ്ടി വരില്ല. അത് ഞാൻ തന്നെ പറയണത്. തങ്കമണി,
ദേവെഴുത്തി ഒരു കഷ്ടപ്പാടും വരുത്തില്ല ഞാൻ തങ്കമണിക്ക്. എടാ നീയോ? ഭ്രാന്തനപ്പു ഇവനേക്കാ ഭേദാണോ? ഓടിക്കോ. ദേവെഴുത്തി പറയട്ടെ പോവാൻ, ദേവെഴുത്തി പറയട്ടെ. ഞാനാ പറയുന്നത്, കടന്നുപോടാ. എന്റെ മകൾക്ക് കല്യാണം ആലോചിക്കാൻ നീ ആലോചിച്ചാൽ എന്താ ആകാശം തകർന്നു വീഴുവോ? നിന്റെ തള്ള ചാവും മുമ്പൊന്നും പറഞ്ഞില്ലടാ നായേ. ഇവരാരാ നിനക്ക്? നീ എന്റെ മകനാണെന്ന് പറഞ്ഞില്ലടാ എന്റെ തള്ള. ആ ഒരുമിട്ടാള് ആരും പറഞ്ഞില്ല. ഒരു സംശയം കേട്ടിരുന്നു. ഉറപ്പിച്ച് പറയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ. ആരും പറഞ്ഞില്ല. എന്നാ ഞാനിപ്പോ പറയുന്നു. അറിഞ്ഞില്ലേ? ഇനി വെക്കോ. ആളോഹരി ചോദിക്കാൻ നിനക്കും വേണമെന്നുള്ളതാ നായേ. വരില്ല, വരില്ല ഏമാൻ. എനിക്ക് വേണ്ട. സത്യം, സത്യം. ഇത് കുറച്ച് നേരത്തെ പറഞ്ഞില്ലല്ലോ ഏമാൻ. എന്തിനാടാ ആ വഴിക്കുള്ളതിന് തള്ള അമ്മാളിന് കൊടുത്ത് അന്നേ കണക്ക് തീർത്തിട്ടുണ്ട്. പറയാമായിരുന്നു. അടുക്കള മുറ്റത്ത് എച്ചിലിന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ആർക്കെങ്കിലും, എന്നോട് മാത്രമായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ. മര്യാദയ്ക്ക് ഇവനെ വിളിച്ച് പോകണുണ്ടോ? മനസ്സിലെങ്കിലും എന്റെ പെങ്ങളറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ ഏമാൻ. കൊന്നു. അപ്പോഴതാ തോന്നിയത്. തെറ്റോ ശരിയോ അതൊന്നും എനിക്കറിയില്ല. മരിച്ചുപോയ വല്യമ്മാന്, അല്ല അച്ഛൻ തന്നെ, ഇപ്പോഴും അച്ഛൻ നാവുമ്പിൽ വരില്ല. അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗതി കിട്ടട്ടെ ആത്മാവിന്. ഞാൻ പറഞ്ഞില്ലേ, അവര് വന്നു. വരുന്നറിയാം. എങ്ങനുണ്ട് പഠിപ്പ്? നടക്കുന്നു രാജേട്ട. പരീക്ഷ എഴുതാൻ ഏർപ്പാട് ചെയ്തു തരാന്ന് പറഞ്ഞു സൂപ്രണ്ട്. ഏയ്, എനിക്കൊരു വിഷമമില്ല ദേവെഴുത്തി. ഇതൊന്നും സാരില്ലെന്നേ. മോളെ ദേ, ഇതാരാന്നറിയോ? നോക്കൂ, കേശവമ്മാവൻ. എന്നെ കുട്ടിമാമൻ എന്ന് വിളിച്ച് പഠിപ്പിക്കണം. അതാ എനിക്കിഷ്ടം. ഞങ്ങൾ അടുത്ത മാസവും വരും. ജനാലയുടെ അടുത്താ എന്റെ കട്ടില്.
കിടക്കുമ്പോ ആകാശം ഒരു കഷ്ണം ശരിക്കും കാണാൻ ദേവിയെടുത്തി. അതൊരു ഭാഗ്യല്ലേ? ഇന്നലെ തിരുവാതിര ശരിക്കും തെളിഞ്ഞു കണ്ടു. തീക്കട്ട പോലെ തന്നെ. അതും ഭാഗ്യം.